ഹലോ, ഗുഡ് ഈവനിങ്. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഡെയിൽ കാർണിഗിയുടെ ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്ന പുസ്തകത്തിലെ ചില പ്രധാന പോയിൻ്റുകളാണ് ഞാൻ ഇവിടെ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് ലോകത്തിൽ ഇതുവരെ ഇറങ്ങിയ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് പുസ്തകങ്ങളിൽ വെച്ച് ഇപ്പോഴും ഇപ്പോൾ ഏതാണ്ട് 80 വർഷങ്ങളിലേറെയായി ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിട്ട് ഇപ്പോഴും ഈ പുസ്തകത്തിൽ ഇത് റെഫർ ചെയ്യുന്ന അനേകം വ്യക്തികൾ ഉണ്ട്. അതുപോലെ തന്നെ ഇതിലെ പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അവലംബിച്ച് ജീവിതത്തിൽ വിജയങ്ങൾ കൈവരിച്ച അനേകം വ്യക്തികൾ ലോകത്തിൻ്റെ പല ഭാഗത്തുമുണ്ട്. കാർണിഗി ഈസ് ആൻ അമേരിക്കൻ റൈറ്റർ. അദ്ദേഹം അമേരിക്കയിലെ ന്യൂയോർക്കിൽ 1888 ജനിച്ചത്. അദ്ദേഹത്തിന് ഈ പുസ്തകം എഴുതാൻ പ്രേരിപ്പിച്ച ഘടകം എന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തിൽ തന്നെ പല ക്വാളിഫിക്കേഷനും പല ഉന്നതങ്ങളിലുള്ള ആളുകൾ ഒന്നും ജീവിതത്തിൽ വിജയിക്കുന്നില്ല. ചില വ്യക്തികൾ ജീവിതത്തിൽ അത്യുന്നതങ്ങളിൽ എത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഇദ്ദേഹം ഇതിനെക്കുറിച്ചൊരു പഠനം നടത്തി. എന്തുകൊണ്ട് ഈ വ്യക്തികളെല്ലാം, അപ്പം ഈ വിജയിച്ച വ്യക്തികളിലെല്ലാം ഒരു കോമൺ ആയിട്ടുള്ള ചില ഗുണങ്ങൾ ഉണ്ടായിരുന്നു. അത് അദ്ദേഹം തിരിച്ചറിഞ്ഞ് അപ്പം ഇത് ഇന്ന പീപ്പിൾ ആളുകളുമായിട്ട് ഇടപെടുന്ന ഇതിൽ ആളുകൾ പരാജയപ്പെടുന്നു. കാരണം ആളുകളുടെ മറ്റുള്ള വ്യക്തികളുടെ സപ്പോർട്ടില്ലാതെ ജീവിതത്തിൽ ആർക്കും വിജയിക്കാൻ പറ്റില്ല. അങ്ങനെ ആണ് ഈ പുസ്തകം ഇയാൾ രചിച്ചത്. ഈ പുസ്തകത്തിലെ വായിച്ച് അല്ലെങ്കിൽ ഈ പുസ്തകത്തിലെ ഉള്ളടക്കങ്ങൾ നല്ലതുപോലെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി പലരും വിജയങ്ങൾ വരിച്ചവരുണ്ട്. അമേരിക്കയിൽ ന്യൂയോർക്കിലാണ് ഇദ്ദേഹം 1882 ജനിച്ചത്. ഇദ്ദേഹം ഒരു പ്രഭാഷകനായിരുന്നു, കോർപ്പറേറ്റ് ട്രെയിനറായിരുന്നു, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നു എന്ന് പേഴ്സണൽ കോച്ചായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഒന്ന് ഹൗ ടു സ്റ്റോപ്പ് വറിയിങ് ആൻഡ് സ്റ്റാർട്ട് ലിവിങ്. അത് വളരെയധികം വിറ്റഴിക്കപ്പെട്ട ഒരു ബുക്കാണ്. അതുപോലെ ലിങ്കൺ ദ അൺനോൺ. ഈ പുസ്തകത്തിൽ അദ്ദേഹം 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. അത് നിങ്ങൾ ജീവിതത്തിൽ ടെക്നിക്സ് ഹാൻഡിൽ പീപ്പിളിൽ 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് പറയുന്നത്. അതിൽ ഒന്നാമത്തത്, നമ്മൾ ആളുകളെ ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ പേഴ്സണലായിട്ട് നിങ്ങളെ കാര്യം തന്നെ എടുത്താൽ നിങ്ങളെ ആരെങ്കിലും ക്രിട്ടിസൈസ് ചെയ്താൽ നിങ്ങൾക്ക് അവരെ ഇഷ്ടപ്പെടുമോ? ഇല്ല. ഇപ്പോൾ ക്രിറ്റിസിസം നമ്മളെ ജീവിതത്തിൽ നമുക്ക് നല്ലതല്ല. അപ്പോൾ അത് നമ്മുടെ ജീവിത പരാജയത്തിനൊരു കാരണമാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്, യാതൊരു കാരണവശാൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ഇഷ്ടം തോന്നില്ല. അടുത്ത കാര്യം, കംപ്ലൈനിങ്. ഒരു വ്യക്തിയെക്കുറിച്ച് നിരന്തരമായിട്ട് പരാതികൾ പറഞ്ഞുകൊണ്ട് പലയിടത്തും പറഞ്ഞു കിടക്കുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ആരെങ്കിലും ഇഷ്ടപ്പെടുമില്ല. നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും പരാതി പറഞ്ഞ് ഇത്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഓണസ്റ്റ് ആൻഡ് സിൻസിയർ അപ്രീസിയേഷൻ. മറ്റുള്ളവരെ നമ്മൾ ഓണസ്റ്റായിട്ട് അപ്രീസിയേറ്റ് ചെയ്യണം. ഇപ്പം നമ്മളൊരാൾ നമ്മളടുത്ത് വന്ന് നിൽക്കുമ്പോൾ നിൻ്റെ ഹെയർ കട്ട് കൊള്ളാം, അല്ലെങ്കിൽ നിൻ്റെ ഷർട്ട് കൊള്ളാം. അപ്പോൾ ഇത് ഓണസ്റ്റ് ആയിരിക്കണം. അപ്പോൾ ഒരാളെ ഷർട്ട് കൊള്ളാത്തവർ കീറിയ ഷർട്ട് ഇട്ടിട്ട് വന്നിട്ട് നിൻ്റെ നല്ല ഷർട്ട് എന്നൊക്കെ പറയുമ്പോൾ അയാൾക്ക് അതിലൊരു ജെന്യുവനായിട്ടുള്ളൊരു സിൻസിയർ അപ്രീസിയേഷനായിട്ട് ആർക്കും തോന്നത്തില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ കെയർഫുള്ളായിരിക്കണം, ഓണസ്റ്റ് ആയിരിക്കണം, വളരെ ഉള്ള അപ്രീസിയേഷൻ. ദെൻ അറൗസ് ദി അതർ പേഴ്സൺ ആൻ ഈഗർ വാണ്ട്. മറ്റുള്ളവരുമായിട്ട് നിൽക്കുമ്പോൾ അവർക്ക് തോന്നണം നിങ്ങൾ എനിക്ക് പ്രിയപ്പെട്ടവനാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം എനിക്ക് വളരെയധികം ഇഷ്ടമാണെന്ന് മറ്റേ ആളിനെ ഫീൽ ചെയ്യണം. അപ്പം ആളുകളെ എല്ലാവരെയും ഇഷ്ടപ്പെടണം. അപ്പോൾ അങ്ങനെ പറയണമെങ്കിൽ തിരിച്ച് നിങ്ങളെ ആളുകൾ ഇഷ്ടപ്പെടത്തുള്ളൂ. അത് ഒരു ഇതാണ്. ആ 3 പോയിന്റുകൾ ഓർക്കുക. ഒന്ന്, ക്രിറ്റിസിസം, കണ്ടം ആൻഡ്
കംപ്ലൈൻറ്റ് പാടില്ല, ആരെ കുറ്റം പറയാൻ പാടില്ല, ദെൻ പരാതി പറയാൻ പാടില്ല. സെക്കൻഡ് വൺ, ഗിവ് ഓണസ്റ്റ് അപ്രീസിയേഷൻ, ആളുകളെക്കുറിച്ച് നല്ല വാക്കുകൾ പറയണം. മൂന്നെന്ന് പറഞ്ഞാൽ മറ്റുള്ള ഒരു വ്യക്തിയെ കാണുമ്പോൾ എനിക്ക് വലിയ ഇഷ്ടമാണെന്ന് ആ ഹാർട്ടിൽ നിന്ന് വരണം. അവരെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല രീതിയിൽ ചിരിച്ച് നല്ല രീതിയിൽ അവർക്ക് ആ ഫീൽ ചെയ്യണം നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന്. ഇനി അടുത്ത 6 കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. 6 things people like you. അതിൽ ഒന്നാമത്തത് ബിക്കം ജെനുവലി ഇൻട്രസ്റ്റഡ് ഇൻ അതർ പീപ്പിൾ. നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആളുകളിൽ ജെനുവിൻ ആയിട്ട് ഇൻട്രസ്റ്റ് ആവുക. അപ്പോൾ നമ്മൾ ഒരു ആളിനെ നമുക്ക് ഇഷ്ടമാണെങ്കിൽ അയാൾ തിരിച്ചും നമ്മളെ ഇഷ്ടപ്പെടും. ഒരു കൊച്ചു കുട്ടികളെ തന്നെ എടുത്താൽ മതി. കൊച്ചു കുട്ടികളെ നമ്മൾ അവരെ നല്ലതുപോലെ താലോലിക്കുകയും അവരെ നല്ല വയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഇഷ്ടം വരും. അപ്പോൾ ഇഷ്ടമുള്ളവരാരും അല്ലാത്തവരെന്ന് കുട്ടികൾക്ക് വരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കൊണ്ട് ജെനുവിൻലി ഇൻട്രസ്റ്റഡ് ഇൻ അതർ പീപ്പിൾ. സെക്കൻഡ് വൺ ഇത് പറയുന്ന സ്മൈല്. നമ്മൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ എപ്പോഴും നമ്മൾ സ്മൈൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ സ്മൈൽ ചെയ്യുമ്പോൾ നമ്മളിൽ നിന്നൊരു ഹാപ്പി ഹോർമോൺ റിലീസ് ചെയ്യും. ഇത് മറ്റുള്ളവരിലേക്ക് ചെല്ലും, അവർക്കും സന്തോഷമാകും, അവരിലും ഒരു ഹോർമോൺ റിലീസ് ചെയ്യപ്പെടും. അല്ലാതെ നമ്മളൊരു വ്യക്തിയെ കാണുമ്പോഴത്തേക്ക് വളരെ മോശപ്പെട്ട ഒരു ഗൗരവ മുഖമായിട്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് അത് രണ്ടുപേർക്കും, നമുക്കും നല്ലതല്ല അവർക്കും നല്ലതല്ല. അപ്പം സ്മൈലി ഫേസ് ആയിരിക്കണം. ദെൻ ദ തേർഡ് വൺ, റിമെമ്പർ ദ പേഴ്സൺസ് നെയിം. മറ്റുള്ളവരുടെ പേരുകൾ നമ്മൾ ഹൃദയസ്ഥമാക്കി വെക്കണം. ഇപ്പോൾ നമ്മളൊരു വ്യക്തിയെ കണ്ടു, അയാളെ പേര് ആദ്യം ചോദിച്ച് ജോണെന്ന് പറഞ്ഞു, പിന്നെ രണ്ടാമത്തെ സ്ഥലത്ത് വേറെ സ്ഥലത്ത് വെച്ച് അയാളെ വീണ്ടും കണ്ടു. അപ്പോൾ നമ്മളങ്ങനെ അയാളെ മീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഹലോ ജോൺ, ഹൗ ആർ യു, ഹൗ ഈസ് യുവർ ഫാമിലി, അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് അയാൾക്ക് വളരെ സന്തോഷമായിരിക്കും. അപ്പോൾ അയാൾക്ക് ഒരു ഫീലിംഗ് ഉണ്ടാവും, അയാൾ ഇപ്പോഴും എന്നെ ഓർത്തിരിക്കുന്നു, എൻ്റെ പേര് ഓർത്തിരിക്കുന്നു. അപ്പോൾ അയാൾ ആ ഒരു ഇത് പുള്ളിയിൽ വരും. അപ്പം പേര് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത 4ാമത്തെ, ബി എ ഗുഡ് ലിസണർ. മറ്റുള്ളവർ സംസാരിക്കുന്നത് സശ്രദ്ധം കേൾക്കണം. ഒരാൾ സംസാരിക്കുമ്പോൾ അലക്ഷ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്നിട്ട് അതിനിടയ്ക്ക് അതുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുകയും ചെയ്താൽ അയാളെ ബഹുമാനിക്കാത്തതിന് തുല്യമാണ്. അത് ആളുകൾ ഇഷ്ടപ്പെടത്തില്ല. ബി എ ഗുഡ് ലിസണർ. എക്സ്ക്യൂസ് മീ. നമുക്ക് വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാവും, ഓക്കെ അവൻ നമ്മളെ ലിസൺ ചെയ്യുന്നതിന് കാര്യങ്ങൾ അറിയാനുള്ള അവർ ഇൻട്രസ്റ്റ് കാണിക്കുന്നൊന്നും ഇത് ചെയ്യും. അപ്പോൾ എപ്പോഴും നല്ല ഒരു ലിസണർ ആയിരിക്കണം. ആളുകളെ ബഹുമാനിക്കണം, അവർ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പം പറയുന്ന 70% നമ്മൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കണമെന്നാണ് പറയുന്നത്. പിന്നെ 30% നമുക്ക് സംസാരിക്കാനും ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ആക്കി നമ്മളെപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് പഠിക്കാനുള്ള ഒരു ഇൻറ്റൻഷനിലോട്ട് വേണം നമ്മൾ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, ബി എ ഗുഡ് ലിസണർ. ദെൻ ടോക്ക് ഇൻ ടേംസ് ഓഫ് അതർ പേഴ്സൺസ് ഇൻട്രസ്റ്റ്. ഇപ്പം നമ്മൾ രണ്ടുപേരുമായിട്ട് കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, സംഭാഷണം തുടങ്ങുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും മറ്റേ വ്യക്തിയുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അയാൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റുകളെ സംസാരിക്കാവും. കാരണം നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റിലോട്ട് പോവുകയാണെങ്കിൽ അത് ആ ഒരു കോൺവെർസേഷൻ മറ്റേ ആൾക്ക് നമ്മളെപ്പോഴും കോൺവെർസേഷൻ മറ്റുള്ളവരുടെ ഇതിലെ നമ്മൾ ഇത് ചെയ്യുക, അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ സംസാരിക്കാവൂ. അല്ലാതെ ആർക്കും നമ്മുടെ കാര്യങ്ങൾ കേൾക്കാനൊന്നും ആർക്കും താല്പര്യമില്ല. അത് നമ്മൾ സ്വന്തമായിട്ട് ആലോചിക്കാനുള്ളൂ. നമ്മളെപ്പോഴും ആരുടെങ്കിലും സംസാരിക്കുക, നമ്മളെ കാര്യങ്ങൾ, നമ്മളെ മറ്റേ വീട്ടിലെ കാര്യങ്ങൾ, അതൊന്നുമല്ല. അവർ ഇങ്ങോട്ട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് മറുപടി പറയാം. അല്ലാതെ നമ്മളെ കാര്യങ്ങളെക്കുറിച്ച് അങ്ങോട്ട് പറയാൻ ആളുകൾക്കൊന്നും അത് കേൾക്കാനുള്ള താല്പര്യമൊന്നും കാണില്ല. ഓക്കെ, മറ്റുള്ള പേഴ്സൻ്റെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കി അത് അനുസരിച്ച് സംസാരിക്കുക. ഓക്കെ, 6ാമത്തെ, make other person feel important and do it sincerely. Make the other person, ഇപ്പം നമ്മൾ അടുത്തിരിക്കുന്ന ആൾ ഒരു ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള അയാൾക്ക് ഫീൽ ചെയ്യണം. അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നൊന്നും അയാൾക്ക് ഫീൽ ചെയ്യണം. അല്ലാതെ നമ്മൾ അയാളെ വളരെ മാന്യനല്ലാതെ ഇതില്ലാത്ത പ്രാധാന്യം കൊടുക്കാത്ത ആ രീതിയിൽ എപ്പോഴും നമ്മൾ വ്യക്തികളെ നമ്മൾ ബഹുമാനിക്കണം, റെസ്പെക്റ്റ് ചെയ്യണം.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഈ ആളുകളെല്ലാം നമ്മളെ ഇഷ്ടപ്പെടും. ഒന്ന് ഞാൻ പറഞ്ഞ എന്താണ്, ആദ്യം ജസ്റ്റ് സ്മൈൽ ചെയ്യണം, മറ്റുള്ളവരിൽ നമ്മൾ ജെന്യുവനായിട്ടുള്ള ഇൻട്രസ്റ്റ് കാണിക്കണം, പേരുകൾ ഓർത്തിരിക്കണം, ലിസണർ ആവണം, ഓക്കെ. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് മറ്റുള്ള ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടും. ഇനി അടുത്ത വിൻ പീപ്പിൾ ടു യുവർ വേ ഓഫ് തിങ്കിങ്. നമ്മളെ വേ ഓഫ് തിങ്കിങ്ങിൽ അവരെ ആളുകളെ കൊണ്ടുവരണം. അപ്പോൾ ഇങ്ങനെ ആദ്യം നമ്മൾ ആളുകളിൽ ആകൃഷ്ടനാകുന്ന ആളുകൾക്ക് നമ്മളെ ഇഷ്ടപ്പെടുന്നതിന് നമ്മളിലുള്ള ക്വാളിറ്റികൾ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. അതിനുശേഷം മറ്റുള്ളവരെ നമ്മുടെ വേ ഓഫ് തിങ്കിങ്ങിൽ കൊണ്ടുവരണം. നമ്മളെന്താണ് ആഗ്രഹിക്കുന്നത്, നമ്മളുടെ ആ കാര്യങ്ങളിലോട്ട് അവരെ കൊണ്ടുവരുന്നതിന് അതിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആർഗ്യുമെൻ്റ് അവോയ്ഡ് ചെയ്യണം. നമ്മളെന്തെങ്കിലും പറഞ്ഞിട്ട് നമ്മളത് ചെയ്യണം. നമ്മളത് ആർഗ്യുമെൻ്റ് പാടില്ല. തർക്കങ്ങൾ ആരുടെ പോയി തർക്കിച്ച് നമുക്ക് ജയിക്കാൻ പറ്റില്ല. അവോയ്ഡ് ആർഗ്യുമെൻറ്റ്. എന്നിട്ട് ഇഫ് യു ആർ റോങ്, ഇപ്പം നമ്മൾ ആരും പിന്നെ പെർഫെക്റ്റ് ഒന്നുമല്ല, തെറ്റുകൾ എല്ലാവർക്കും പറ്റാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തെറ്റുകൾ പറ്റുകയാണെങ്കിൽ അത് അഡ്മിറ്റ് ചെയ്തുകൊണ്ട് അനുകമ്പാപൂർവം നമ്മൾ മുന്നോട്ട് പോകണം. എപ്പോഴും നമ്മളൊരു ഫ്രണ്ട്ലി വേ കൂടെ പോകാവും. തർക്കത്തിൽ കൂടെ ഒന്നും ലോകത്ത് ആരും രക്ഷപ്പെട്ടിട്ടില്ല. തർക്കിച്ച് ആർക്കും ജയിക്കാൻ നോക്കില്ല. അതിൻ്റെ ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്ന തർക്കം അവോയ്ഡ് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ്, നമ്മളെ വേ ഓഫ് തിങ്കിങ്ങിൽ അവരെ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ അവരുമായിട്ട് നല്ല രീതിയിൽ സൗഹൃദപരമായിട്ടും അവരിഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്യുന്നെങ്കിലേ പറ്റത്തുള്ളൂ. എന്നിട്ട് അവരെ കൊണ്ട് നമ്മളെ ഐഡിയാസ് നമ്മൾ പറഞ്ഞ് ഓരോന്നും അവരെ കൊണ്ട് എസ് പറയുക. അവസാനം അവരൊക്കെ കൂടെ ഫീൽ ചെയ്യണം ഇത് എൻ്റെയും കൂടെ ഐഡിയയാണ് അന്ന് അവരൊക്കെ കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളത്. പിന്നെ മേക്ക് അതർ പീപ്പിൾ ടോക്ക്. മറ്റുള്ളവരെ കൊണ്ട് സംസാരിപ്പിക്കുക. അവർക്ക് അവരെ ടോക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുക, അവരെ എൻകറേജ് ചെയ്യുക. നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അവരെ കൊണ്ട് സംസാരിപ്പിക്കുക. അങ്ങനെ അതാണ് ഒരു ഇതെന്ന് പറയുന്നത്. ഇത് നമ്മളെ വേ ഓഫ് തിങ്കിങ്ങിൽ അവരെ കൊണ്ടുവരുന്നതിനുള്ള ചില ടിപ്പുകളാണ്. അവസാനം നമ്മൾ ഈ ക്വാളിറ്റികളൊക്കെ നമ്മൾ അക്യൂർ ചെയ്യുമ്പോൾ നമ്മളൊരു ലീഡറുടെ ഒരു ലെവലിലെത്തും. അപ്പോൾ നമ്മളെ കുറച്ച് പേര് ഇഷ്ടപ്പെടുന്നവർ കാണും. അപ്പോൾ അവരെ നമ്മൾ ചേർത്ത് പിടിക്കണം. അപ്പോൾ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഓണസ്റ്റ് അപ്രീസിയേഷൻ. നമുക്ക് അവരെയൊക്കെ എപ്പോഴും നല്ലതുപോലെ പ്രശംസിച്ചുകൊണ്ടിരിക്കണം. എല്ലാ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് അവരെ എന്തെങ്കിലും നമ്മളൊരു ടീമായിട്ടൊരു കൊണ്ടുപോകുമ്പോഴത്തേക്ക് നമ്മൾ ലീഡറായിരിക്കും. അപ്പോൾ അവരിൽ എന്തെങ്കിലുമൊക്കെ എല്ലാവരും നല്ല ആയിരിക്കില്ല. അവരെന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കുകൾ കാണിച്ചാൽ അത് ഇൻഡയറക്റ്റ് വേയിൽ അവരെ കാര്യങ്ങൾ പറഞ്ഞ് ആർഗ്യുമെൻ്റ് ഉണ്ടാവാതെ അത് സോൾവ് ചെയ്യണം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആസ്ക് ക്വസ്റ്റ്യൻസ് ഇൻസ്റ്റെഡ് ഓഫ് ഓർഡേഴ്സ്. ക്വസ്റ്റ്യൻസ് ആളുകളുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ചോദിക്കാം. അവരിൽ നിന്ന് അറിയാനുള്ള രീതിയിലായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ അവരൊക്കെ ഫീൽ ചെയ്യും അവർ ഇമ്പോർട്ടൻ്റ് ആണെന്ന്. എന്നിട്ട് ഓർഡർ ചെയ്യരുത്. ചിലർക്കൊക്കെ പറ്റുന്ന മിസ്റ്റേക്കുകൾ ഇതാണ്. ചില ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ലാതെ വരുമ്പോൾ അവർ പൊസിഷനിലൊക്കെ വളരെ ഹയർ ലെവലിലൊക്കെ ഇരിക്കുന്നവർ താഴെ ജോലി ചെയ്യുന്നവരടുത്തൊക്കെ വളരെ പക്ഷേ ഇങ്ങോട്ട് പോടാ അങ്ങോട്ട് പോടാ അല്ലെങ്കിൽ ഇത് ചെയ്യടാ അത് ചെയ്യടാ എന്നൊക്കെ പറയും. അതൊക്കെ അവർക്ക് ഇതായിരിക്കും. അത് ഇവർ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് കിട്ടത്തില്ല. പീപ്പിൾ സ്കില്ലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണ് മറ്റുള്ളവരെ അടുത്ത് നല്ലതുപോലെ ബിഹേവ് ചെയ്യുക. എന്നിട്ട് അവരുടെ കഴിവുകളെ മാക്സിമം ഉപയോഗപ്പെടുത്തുക. അപ്പം നല്ല രീതിയിൽ ഇത് ചെയ്തെങ്കിൽ മാത്രമേ അവർ നല്ല രീതിയിൽ വർക്കുകൾ ചെയ്യത്തുള്ളൂ. ഓക്കെ. അതുകൊണ്ട് പീപ്പിൾ സ്കില്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നിങ്ങൾ കൂട്ടത്തിലുള്ള ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അവരൊക്കെ കൊള്ളാം, വെൽഡൺ, നീ ചെയ്ത കൊള്ളാം, അങ്ങനെയൊക്കെ പറയുമ്പോൾ അവരൊക്കെ ഒരു ഉന്മേഷം വരും. എന്നെ അഭിനന്ദിച്ചല്ലോ, ഞാനത് ചെയ്തതിന്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അവർ ആ ചെയ്യുന്ന ജോലി അവർ കുറച്ചുകൂടെ ആത്മാർത്ഥമായിട്ടും കുറച്ചുകൂടെ എഫിഷ്യൻ്റായിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പ്രധാനപ്പെട്ട കുറച്ച് ടിപ്പുകളെന്ന് പറയുന്നത്. ഈ ബുക്ക് എലാബറേറ്റ് ആയിട്ട് പോകണമെങ്കിൽ അതിൻ്റെ ലെങ്ത്ത് വളരെ കൂടിപ്പോവും. അപ്പോൾ ഞാൻ പറഞ്ഞ ഇതിൻ്റെ ഈ ബുക്കിലെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു.
ഓക്കെ. ഈ യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ വരാൻ ആഫ്റ്റർ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് ഞാൻ ഈ സ്പെയർ ടൈം എങ്ങനെ വിനിയോഗിക്കണമെന്ന് ആലോചിച്ചപ്പോൾ ഉരുത്തിരിഞ്ഞു വന്ന ഒരു ആശയമാണ് ഇത്. പുസ്തകങ്ങൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ നല്ലതുപോലെ പഠിക്കുക, അപ്പോൾ നമ്മൾക്കും അറിവ് കിട്ടും, അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പം ഇത് ബിഗിനിങ് ആയതുകൊണ്ട് ഇത് എത്രത്തോളം നിങ്ങൾ പെർഫെക്റ്റ് ആയെന്ന് എനിക്ക് വലിയ വിശ്വാസമില്ല. എന്നിരുന്നാലും എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത ഒരു നല്ല വിജ്ഞാനപ്രദമായ ഒരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, നന്ദി, നമസ്കാരം.